ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റുഫാറി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പറയുന്നത് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന ബർഗറിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ബർഗർ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് ബർഗറിലേക്ക് ആവശ്യമായിട്ടുള്ള പാറ്റീസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 400 ഗ്രാമോളം ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലൊന്നും ഇല്ലാതെ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ നല്ല കഴുകി അതിൻ്റെ വെള്ളമൊക്കെ നല്ല ഒഴിവാക്കിയിട്ട് നമുക്കതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കാം. ഇനി അതിലേക്ക് 3/4 ടീസ്പൂണും കുരുമുളക് പൊടിച്ചത് ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ക്രഷ് ചെയ്തതും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. അപ്പോൾ 5-8 അല്ലി ഞാൻ വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയ അല്ലി ആയതുകൊണ്ട് കേട്ടോ ഞാൻ ഇത്ര അധികം ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ 3-4 അല്ലി വെളുത്തുള്ളി ചേർത്താൽ മതിയാകും. പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് അരയണ രൂപത്തിൽ ചിക്കനെ അരച്ചെടുക്കരുത് കേട്ടോ. ഒരു 3-4 പ്രാവശ്യം പൾസിലിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാവും. പാറ്റീസ് നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ബർഗർ തയ്യാറാക്കുന്നതാട്ടോ. അരച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഞാൻ അതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്തിട്ട് ഇതൊന്ന് നല്ല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ കോഴിമുട്ട ചേർക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഒന്ന് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് കൈ വെച്ചിട്ട് നല്ല ഒന്ന് കുഴച്ചെടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ 2-3 ടേബിൾ സ്പൂൺ കൂടെ ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് ഉരുളകളാക്കി പരത്താൻ പറ്റുന്ന രൂപത്തിലുള്ള ആവശ്യമായിട്ടുള്ള ബ്രെഡ് ക്രംസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ നമ്മളെ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം കട്ടിക്കട്ടത് ഞാൻ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഈ പാറ്റീസിൻ്റെ വലുപ്പം പറയുന്നത് നമ്മൾ എടുക്കുന്ന ബന്നിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് പാറ്റീസ് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ള ചിക്കൻ ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 4 പാറ്റീസാണ് ഞാൻ 400 ഗ്രാം ചിക്കൻ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലുപ്പം കട്ടിയൊക്കെ ഉള്ള പാറ്റീസാണിത്. ഇനി വേണ്ടത് ഞാൻ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബ്രെഡ് ക്രംസും കുറച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കോഴിമുട്ട ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുരുമുളകും ഉപ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ചിക്കനിൽ അതൊക്കെ അത്യാവശ്യം ചേർത്തുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും ചേർക്കണില്ല. ഞാനൊരു പാറ്റീസ് എടുത്തിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ടയിലൊന്ന് നല്ല മുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ. ഇത് നേരെ നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് നമുക്ക് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് നല്ലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ വരുന്ന പൊടിയൊക്കെ നമുക്ക് നല്ല തട്ടി കൊടുക്കാം. മേലെ എണ്ണയിലിട്ടാൽ ഇതൊന്ന് കരിഞ്ഞു പോകും. റിഫൈൻഡ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് 3 പാറ്റീസ് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ടൈമൊന്നും ആവില്ല കേട്ടോ കുക്കാവാനായിട്ട്. ഒരു 7-8 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പാറ്റീസ് കുക്കായി കിട്ടും. അപ്പോൾ ഇത് ചിക്കനൊക്കെ വെന്ത് അടിപൊളിയായിട്ടുള്ള പാറ്റീസ് ഇവിടെ തിരിച്ചു മറിച്ച് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ചീസ് വെച്ചെടുക്കണം. ഞാനിവിടെ ചെഡാർ ചീസാണ് വെച്ചെടുക്കുന്നത്. അപ്പോൾ 3 പാറ്റീസിൻ്റെ മേലെ ഞാൻ അതുപോലെ ചീസ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 2-3 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചീസൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബർഗറിലേക്കുള്ള ബന്നൊന്ന് ചൂടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് ചൂടായി വന്നതിലേക്ക് ബന്ന് ഞാൻ വെച്ചെടുക്കുന്നുണ്ട്. ബർഗറിനായിട്ട് കിട്ടുന്ന ബന്ന് തന്നെ കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ബന്ന് ചൂടാക്കുമ്പോൾ ഉൾഭാഗം മാത്രം ഇതുപോലെ നല്ലൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ ബന്ന് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ നല്ല ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ കുറച്ച് കാബേജ് എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ഉള്ളി വട്ടത്തിൽ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഒന്ന് എടുത്തിട്ടുണ്ട്. കുക്കുംബർ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മയോണൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മയോണൈസിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മയോണൈസ് എടുത്തതിൻ്റെ പകുതി നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള ബന്ന് ഇതുപോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് മയോണൈസ് ടൊമാറ്റോ കെച്ചപ്പ് മിക്സ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല 2-3 ടേബിൾ സ്പൂൺ നമുക്ക് ആവശ്യത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ക്യാബേജ് 2 പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലേക്ക് നമ്മൾ പാറ്റീസ് കൂടി അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ആ ചൂടോടൊക്കെ തന്നെ നമ്മൾ പാറ്റീസ് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഓനിയൻ ഇതുപോലെ 3 റിങ്സ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലേക്ക് ഒരു ടൊമാറ്റോ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു കുക്കുംബറും വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ക്യാരറ്റിൻ്റെ സ്ലൈസും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലേക്ക് ക്യാപ്സിക്കത്തിൻ്റെ ഒരു കഷ്ണം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് കുറച്ച് മയോണൈസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കെച്ചപ്പ് ചേർക്കാത്ത മയോണൈസ് കേട്ടോ, അത് ഞാൻ കുറച്ച് അധികം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബന്നിൻ്റെ മുകൾ ഭാഗം എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഇതുപോലെ ടൊമാറ്റോ കെച്ചപ്പും മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ നമ്മൾ റുഫാറി കിച്ചൺ എന്ന് പറഞ്ഞ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ബർഗറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ഓക്കെ ബായ്, അസ്സലാമു അലൈക്കും.